ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വത്തിന്റെ അജണ്ട എന്നാണ് BJP ആരോപണം. പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും BJP ആരോപിച്ചു. കേസിൽ കക്ഷി ചേരാനുള്ള ഔദിക്കന്മാരുടെ അപേക്ഷ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആനന്ദ് പുത്തൂർ നൽകും. ആനന്ദ്, വിശദാംശങ്ങൾ. എന്തായാലും ഈ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമനം പൂജ മാറ്റാനുള്ള ഈ ദേവസ്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഓരോ ദിവസം കഴിയുന്തോറും പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം BJPയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഏകാദശിക്ക് ഈ ഉദയാസ്തമന പൂജ നടത്തിക്കൊണ്ട് വന്നിട്ട് വർഷങ്ങളായി, അതായത് നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ന് വരെ ഒരു ഭക്തൻ പോലും അത്തരത്തിൽ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തടസ്സങ്ങളോ ഒന്നും ഒരു ഭക്തനും ഇതുവരെ അത്തരത്തിൽ പ്രത്യക്ഷമായി കൊണ്ട് തന്നെ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ പൂജ, ഉദയാസ്തമന പൂജ, പ്രത്യേകിച്ച് ശങ്കരാചാര്യ പോലുള്ള ഈ മഹാജ്ഞാനികൾ ചിട്ടപ്പെടുത്തിയ ഒരു പൂജ മാറ്റുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമായാണ് BJP എത്തിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ, ഇത്തരത്തിലുള്ള ഉദയാസ്തമന പൂജ മാറ്റുന്നതിന് പിന്നിൽ ദേവസ്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നാണ് ഗുരുവായൂരിലെ BJP ആരോപിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും BJP പറയുന്നുണ്ട്. ഈ ഭക്തർക്കൊപ്പം തന്നെ BJP ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു കാര്യവും BJP എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളുടെയും എല്ലാം വലിയൊരു പ്രതിഷേധം നമ്മൾ ഗുരുവായൂരിൽ കണ്ടതാണ്. ഇപ്പോൾ വിഷയം എന്തായാലും BJPയും ഏറ്റെടുത്തിരിക്കുന്നു. ഭക്തജനങ്ങളോടൊപ്പം തന്നെ ന്യായത്തിന് വേണ്ടി, നിയമത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി BJPയും കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കക്ഷി ചേരാനുള്ള അപേക്ഷ, ഓദിക്കന്മാരുടെ അപേക്ഷ എന്തായാലും കോടതി അനുവദിച്ചിട്ടുണ്ട്. കേസിൽ ഇന്നും വാദം തുടരും. ഡിസംബർ 11-നാണ് ഗുരുവായൂർ ഏകാദശി. ഭക്തജനങ്ങളുടെയും മറ്റ് സജ്ജനങ്ങളുടെയും എല്ലാം ആഗ്രഹം പോലെ തന്നെ ഈ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്തും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുഴുവൻ ആളുകളും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ വാദത്തിന്റെ ശേഷം ഇന്നും വാദം തുടരും. 11-ന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാണിപ്പയ്യൂർ കൃഷ്ണമ്പൂരിപ്പാടാവട്ടെ, ഈ ചെറുളായും കോവിലുമായി ബന്ധപ്പെട്ടുള്ളതാവട്ടെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചടങ്ങുകളായി ബന്ധപ്പെട്ട എല്ലാവരും കൃത്യമായിട്ടുള്ള തങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ദേവസ്വവും അടങ്ങുന്ന ഒരു വിഭാഗവും, മറുഭാഗത്ത് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഈ തന്ത്രി കുടുംബവും അടങ്ങുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ന്യായം വിജയിക്കും, ആചാരം സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തജനങ്ങൾ. ശരി ആനന്ദ്, എന്തായാലും ഭക്തജനങ്ങളുടെ വികാരം മാനിക്കണം, ആചാരങ്ങളെ ബഹുമാനിക്കണം. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ അല്ലെങ്കിൽ നിലപാട് തന്നെ കോടതിയും എടുക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഏകാദശി കഴിയുന്നത് വരെ ഇങ്ങനെ കേസ് മാറ്റിവെച്ച് പോകുമോ എന്നുള്ള ആശങ്ക പ്രേക്ഷകർ നടത്തേണ്ടുന്നതാണ്. തുലാമാസത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഈ ഒരു വിധി വരുന്നത് ചിലപ്പോൾ അതിനുശേഷമായിരിക്കുമോ എന്നുള്ള ആശങ്കയാണ്.